കോഴിക്കോട് വെള്ളയിലെ കാർ വർക്ക്ഷോപ്പിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തിൽ ഒഴിവായത് വൻ ദുരന്തം. തൊട്ടടുത്ത ബീച്ച് ഫയർ സ്റ്റേഷനിൽ ഒരു യൂണിറ്റ് മാത്രമെന്നിരിക്കെ മണിക്കൂറോളം വൈകിയാണ് മറ്റിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയത്. നഗരമധ്യത്തിലെ ഫയർഫോഴ്സിന്റെ ഈ ദുരവസ്ഥയ്ക്കെതിരെ പ്രതിഷേധവും ശക്തമാണ്. മിഠായിത്തെരുവ്, പാളയം, മാനാഞ്ചിറ, വലിയങ്ങാടി, ബീച്ച് തുടങ്ങി ദിവസേന 10,000-കണക്കിന് ആളുകളെത്തുന്ന പ്രധാന വ്യാപാര വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സിവിൽ സ്റ്റേഷൻ അടക്കമുള്ള പ്രധാന ഓഫീസുകളും അടങ്ങുന്ന ജില്ലാ ആസ്ഥാനത്തെ തിരക്കേറിയ പ്രദേശത്തെ അഗ്നിശമന ഓഫീസാണ് ഇപ്പോൾ ഒരു യൂണിറ്റ് മാത്രം വെച്ച് പ്രവർത്തിക്കുന്നത്. മുൻപ് ഇവിടെ 5 യൂണിറ്റ് ഉണ്ടായിരുന്നു. കെട്ടിടത്തിന്റെ കാലപ്പഴക്കം മൂലം ബാക്കി യൂണിറ്റുകൾ മീഞ്ചന്ത, വെള്ളിമാടുകുന്ന്, കൊയിലാണ്ടി എന്നിവിടങ്ങളിലേക്ക് മാറ്റിയിട്ട് മാസങ്ങളായി. എന്നാൽ ബീച്ച് ഫയർ സ്റ്റേഷൻ നവീകരിക്കാൻ ആവശ്യമായ ഒരു നടപടിയും ഉണ്ടായില്ല. ഇന്നലെ തീപിടുത്തമുണ്ടായ വെള്ളയിലും പരിസരവും വ്യവസായ മേഖല കൂടിയാണ്. വണ്ടി എത്താൻ കുറേ മീഞ്ചന്തേന്ന് വെള്ളിമാടുന്നു എന്നൊക്കെ വന്നിട്ടാണ് ഇവിടെ ഫയർ സ്റ്റേഷനിൽ ആൾക്കാർ എത്തിയത്. കുറേ ലേറ്റ് തന്നെയാണ്, കാരണം തൊട്ടടുത്ത് ഫയർ സ്റ്റേഷൻ ഉണ്ട്. അവിടുന്ന് വേണ്ടത്ര രീതിയിൽ എത്താത്ത കാരണമാണ് കുറേ ബുദ്ധിമുട്ടി. നാട്ടുകാർ വെള്ളം ഒക്കെ ബക്കറ്റിലൊക്കെ ആക്കി. ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ട് 8 കിലോമീറ്റർ അപ്പുറം മീഞ്ചന്തെന്നും വെള്ളിമാട് കുന്നൊക്കെ വന്ന് ഇത്രയും ജനനിബിഡമായിട്ടുള്ള സ്ഥാപനങ്ങളുള്ള ഒരു സ്ഥലത്ത് തൊട്ടടുത്ത് വരാനുള്ള സംവിധാനം ഇപ്പോഴും എന്താണ് ഗവൺമെൻറ് ചെയ്യാത്തതെന്ന് നമുക്ക് മനസ്സിലാവാത്തത്. അതിൽ ഞങ്ങൾ നാട്ടുകാർക്ക് അതിയായ പ്രതിഷേധമുണ്ട്. ഫിഷറീസ് വകുപ്പിന്റെ വെള്ളയിലുള്ള കെട്ടിടത്തിലേക്ക് ബീച്ച് ഫയർ സ്റ്റേഷൻ മാറ്റാൻ ശ്രമം നടത്തിയെങ്കിലും പൈതൃക കെട്ടിടമായതിനാൽ ഫിഷറീസ് വകുപ്പ് അത് വിട്ടുകൊടുത്തില്ല. കോർപ്പറേഷനോട് സ്ഥലം ആവശ്യപ്പെട്ടെങ്കിലും അവരും മുഖം തിരിക്കുകയാണ് ഉണ്ടായത്. ഫയർഫോഴ്സ് എത്താൻ അരമണിക്കൂർ വൈകിട്ടും ഇന്നലെ വെള്ളയിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. തിരക്കേറിയ നഗരത്തിലെ അഗ്നിശമന വകുപ്പിന്റെ അസാന്നിധ്യം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ജനം, കോഴിക്കോട്.